നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർത്തനോദ്ഘാടനം കെ സുധാകരൻ MP നിർവഹിച്ചു. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെയും ചാരിറ്റി പ്രവർത്തനത്തിന്റെയും ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. തലശ്ശേരി മഞ്ഞോടി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പുതിയതായി നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കെ സുധാകരൻ MP നിർവഹിച്ചു. സാധാരണക്കാരായ ആളുകളോട് സ്ഥാപനം കാട്ടിയ മികവുറ്റ വിശ്വാസ്യതയാണ് സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് നയിച്ചതെന്ന് കെ സുധാകരൻ പറഞ്ഞു. ഐക്യത്തിൻ്റെ കരുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ആ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാളെ അങ്ങോട്ടേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തനത്തിലേക്ക് കടന്നു ചെല്ലാനും. അതൊക്കെ ആലോചിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. അവിടെയൊക്കെ നമുക്കൊരുപാട് ചിന്തിക്കാനുണ്ട്. ചിന്തിക്കുന്നിടത്ത് നമുക്കൊരുപാട് പ്രവർത്തിക്കാനുണ്ട്. ആ പ്രവർത്തനവും ചിന്തയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു പ്രദേശത്തെ ഒരു 10-100 ആളുകൾ അവർ വിചാരിച്ചാൽ പലതും നടക്കും. നമുക്ക് നടത്താൻ സാധിക്കില്ല എന്ന് കരുതിയ പലതും നടക്കും. നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും ആളുകൾ ഇവിടെ കൂടുമെന്നോ ഇത്രയും ആളുകൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സംഘടന ഇവിടെ ഉണ്ടാക്കി ഉയർത്തിയെടുക്കുമെന്നോ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ഇല്ല, ആരും കരുതിയിട്ടില്ല. കരുതാനിട്ടും നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഒരു വൻ വിജയമാണ്. ആ വിജയം നമ്മളിലുള്ള ജനങ്ങളിലേക്കുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ജനമനസ്സിലേക്ക് കടത്തി വിട്ട് അവരെ എന്നും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു ജനസമൂഹമാക്കി മാറ്റി എന്നും എപ്പോഴും അവരെയൊക്കെ പിന്തുണയും പിൻബലവും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി കെട്ടിടം നാടിന്റെ നന്മയെ കരുതി ഉണ്ടാക്കിയതാണെന്ന തിരിച്ചറിവോടെ എന്നും പ്രവർത്തിച്ചാൽ ആശുപത്രിയെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് സിൽവർ ജൂബിലി ആഘോഷവും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ജോസഫ് പറഞ്ഞതിന്റെ അവസാനത്തിൽ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധാരണക്കാരന് കഴിയാതെ വരുന്നൊരു ഘട്ടത്തിൽ ആ ആശുപത്രികൾ വേണ്ടാന്നുള്ള അഭിപ്രായം എനിക്കില്ല. മെഡിക്കൽ രംഗത്ത് സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്നുള്ള അഭിപ്രായം ഒട്ടുമില്ലാത്ത ഒരാളാണ് ഞാൻ. അതെല്ലാം കൂടെ ചേരുമ്പോഴേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ അവിടെ അഫോർഡബിൾ അല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക്, അതിന് കഴിയാതെ പോകുന്ന ആളുകൾക്ക് ചികിത്സയുടെ അനിവാര്യതയുടെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ അവിടെ കോർപ്പറേറ്റ് ഇല്ലെങ്കിലും അവിടെ കോപ്പറേറ്റീവ് ഉണ്ട് എന്നുള്ള സന്ദേശം ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള സഹകരണ ആശുപത്രികൾ നൽകുമ്പോൾ അതിനോട് കോപ്പറേറ്റ് ചെയ്യാനും കൂടെ എല്ലാവരും കൂടെ തയ്യാറാവുന്ന ഒരു സമയം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ. എന്നാലേ ഇത് 150 കോടിയിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ എത്തിയാലേ ഇപ്പൊ തറക്കല്ലിട്ടത് ഇതുപോലൊരു കെട്ടിടമായി മാറുകയുള്ളൂ. അങ്ങനെ മാറിയാലേ അത് സിമെന്റിനും വാതിലിനും ബ്ലോക്കിലും ജനലിനും അപ്പുറത്തേക്ക് വേദന കൊണ്ടുവരുന്നവർ. ഇപ്പൊ എന്നോട് സുധാരട്ടൻ പറയായിരുന്നു, വെല്ലൂർ ഹോസ്പിറ്റലിലൊക്കെ കാര്യം പറഞ്ഞിട്ട് പറയാറ്, എത്ര ജീവൻ രക്ഷിച്ചതിന്റെ കഥയാണ് ഇത്തരം കെട്ടിടങ്ങൾക്ക് പറയാനുള്ളത്. ജീവനും ജീവിതവും രക്ഷിച്ചവരുടെ കഥയാണ്. അങ്ങനെയുള്ള ഗാഥകൾ ഇവിടെ രചിക്കണമെങ്കിൽ ഈ സഹകരണം കൂടിയേ തീരൂ. അതുകൊണ്ട് ഇപ്പോ മനസ്സിൽ ആലോചിക്കാത്തവർ ഷെയറിന്റെ കാര്യം മനസ്സിൽ ആലോചിക്കണം. ഇപ്പൊ മനസ്സിൽ ആലോചിച്ചവർ അത് കുറച്ചും കൂടെ കൂട്ടാനുള്ള തീരുമാനം എടുക്കണം.
പ്രസിഡന്റ് ഇൻചാർജ് കണ്ടോത്ത് ഗോപി അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MP ജയരാജൻ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ലോഗോ പ്രകാശനം DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രഞ്ജിത് രാമകൃഷ്ണൻ, തലശ്ശേരി IMA പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി, ദീപു മാവിലായി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ PV രഞ്ജിത്ത്, അഡ്വക്കേറ്റ് CG അരുൺ, സുശീൽ ചന്ദ്രോത്ത്, മിഥുൻ മാറോളി, MB ശൈലജ, നിട്ടൂർ മുഹമ്മദ്, മനോജ് അടിയാരത്ത്, CK ദിലീപ് കുമാർ, മീറ സുരേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. ചടങ്ങിന് KP സാജു സ്വാഗതവും അഡ്വക്കേറ്റ് K ഷുഹൈബ് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് തലശ്ശേരി.